നമസ്കാരം. രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ സമഗ്രമായി മാറിയിരിക്കുന്നു. 4 ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ വന്നു. എന്താണ് പുതിയ മാറ്റങ്ങളെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. തൊഴിൽ മേഖലയിൽ സ്വാതന്ത്ര്യാനന്തരമുള്ള ഏറ്റവും സമഗ്രമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേക്കുറിച്ച് വ്യക്തമാക്കിയത്. പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് തൊഴിലാളികളെ തയ്യാറാക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. തൊഴിലാളികൾക്ക് അനുകൂലമായി നിരവധി വ്യവസ്ഥകൾ പുതിയ നിയമത്തിലുണ്ടെങ്കിലും തൊഴിലാളി വിരുദ്ധമെന്നും തൊഴിലുടമകൾക്ക് അനുകൂലമെന്നും അന്നു മുതൽക്ക് തന്നെ വിമർശനവും ഉണ്ടായിരുന്നു. ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന് കടുത്ത നിയന്ത്രണം കൊണ്ടുവരാനും മിനിമം വേതനം നിയമപരമാക്കുന്നതുമടക്കം നിർണായക മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. വേതനം, സാമൂഹിക സുരക്ഷ, തൊഴിലിടത്തിലെ സുരക്ഷ, ആരോഗ്യ, തൊഴിൽ സാഹചര്യം, ഇങ്ങനെ 4 കോഡുകൾക്ക് കീഴിലാണ് ഈ പരിഷ്കാരങ്ങളെല്ലാം വന്നിരിക്കുന്നത്. നേരത്തെ നിലവിലുണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങൾ ഒപ്പം മറ്റ് അനവധി ചട്ടങ്ങൾ ഇതെല്ലാം ഏകീകരിച്ചാണ് ഈ കോഡുകൾ, ഇപ്പോൾ ഈ 4 കോഡുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. എംപ്ലോയീസ് കോമ്പൻസേഷൻ, ESI, EPF, മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഗ്രാറ്റുവിറ്റി എന്നിവയിലുള്ള 9 നിയമങ്ങൾ, നിലവിലുള്ള വ്യവസ്ഥയിലെ 9 നിയമത്തിലെ 9 വ്യവസ്ഥകൾ അത് ഇതോടെ ഇല്ലാതാവുകയാണ്. ഇനി മാറ്റങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. വേതന കോഡ്, ഇത് ആദ്യത്തേത്. അതായത് രാജ്യത്തെ എല്ലാ തൊഴിലാളികൾക്കും സമയബന്ധിതമായ മിനിമം വേതനം, യുവാക്കൾക്ക് നിയമനം, ഓവർ ടൈമിന് ഇരട്ടി വേതനം, ഒപ്പം അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും അടിസ്ഥാന വേതനം നിയമപരമാകും. അടിസ്ഥാന വേതനം അത് എത്രയാണ് എന്നത് നിശ്ചയിക്കുക പക്ഷേ സർക്കാരാണ്. നൈപുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിനിമം വേതനത്തിൽ വ്യത്യാസം വന്നേക്കാം. സ്ത്രീകൾക്ക് തുല്യ വേതനവും ബഹുമാനവും ഉറപ്പാക്കുന്നുണ്ട്. നിയമപരിഷ്കരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊന്ന് ഗ്രാറ്റുവിറ്റിക്ക് അർഹത നേടുന്നതിലെ മാറ്റമാണ്. നമുക്കറിയാം, ഗ്രാറ്റുവിറ്റി ലക്ഷക്കണക്കിന് ജീവനക്കാരെ ബാധിക്കുന്ന ഒന്നാണ്. ഇനി 5 വർഷമല്ല, 1 വർഷത്തെ സേവനത്തിനു ശേഷം ഗ്രാറ്റുവിറ്റിക്ക് അർഹത നേടാം. തൊഴിൽ സുരക്ഷാ കോഡിലേക്ക് വന്നാൽ ഇതുപ്രകാരം ജോലി സമയം ആഴ്ചയിൽ 48 മണിക്കൂറാക്കും. ചില വ്യവസ്ഥകൾ കമ്പനികൾ മുതലെടുക്കും, ഒപ്പം ഈ ജോലി സമയം കൂട്ടാൻ കാരണമാകും. ഇങ്ങനെയൊക്കെ തൊഴിലാളി സംഘടനകളുടെ ആക്ഷേപം സജീവമാണ്. മാത്രമല്ല, രാവിലെ 6-ന് മുൻപും വൈകിട്ട് 7-ന് ശേഷവും സ്ത്രീകൾക്ക് എവിടെയും ജോലി ചെയ്യാമെന്ന പ്രത്യേകതയും ഈ കോഡ് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 20 ജോലിക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും EPF നിയമം ബാധകമാക്കുകയും ചെയ്യും. ഇനി വ്യവസായ അനുബന്ധ കോഡ്, അത് 3ാമത്തെ കോഡ്. ആകെ ജീവനക്കാരുടെ 10% അല്ലെങ്കിൽ 100 ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് യൂണിയൻ അവിടെ അനുവദിക്കും. തൊഴിലാളികളല്ലാത്തവർക്ക് ഇതിൻ്റെ ഭാരവാഹികളാകാനാകില്ല. മാത്രമല്ല, പുതിയ കോഡ് പ്രകാരം ഇപ്പോൾ തൊഴിലാളി സംഘടനകൾക്ക് സമരം നടത്തണമെങ്കിൽ 14 ദിവസത്തെ നോട്ടീസ് ഇല്ലാതെ ഇനി അത് പറ്റില്ല. ഇനി സാമൂഹിക സുരക്ഷാ കോഡിലേക്ക് വരികയാണെങ്കിൽ വേതനത്തിൽ അടിസ്ഥാന ശമ്പളം, DA, റീറ്റെയിനിങ് അലവൻസ് ഇവയെല്ലാം ഉൾപ്പെടും. 10-ൽ താഴെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് ESI നിർബന്ധമല്ല. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി തൊഴിലാളികൾക്ക് സാമൂഹിക നീതി എന്നിങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വരുന്നുണ്ട്. 40 വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾക്ക് സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന, ഒപ്പം അപകടകരമായ മേഖലകളിലെ തൊഴിലാളികൾക്ക് 100% ആരോഗ്യ സുരക്ഷ ഇവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം തൊഴിലുടമയും ഭൂരിപക്ഷം ജീവനക്കാരും അപേക്ഷിക്കുന്ന പക്ഷം 10 ജീവനക്കാരില്ലാത്ത ചെറിയ സ്ഥാപനങ്ങൾക്കും ESI ആനുകൂല്യങ്ങൾ ലഭ്യമാകും എന്നതടക്കമുള്ള പ്രത്യേകതകളുമുണ്ട്. അപകട സാധ്യതയുള്ള തൊഴിലിടങ്ങളിൽ പാലിക്കേണ്ട സുരക്ഷാ വ്യവസ്ഥകളിൽ വീഴ്ചയുണ്ടാകുന്ന പക്ഷം ഈ തൊഴിലുടമയ്ക്ക് 2 വർഷത്തെ തടവും ഒപ്പം 5 ലക്ഷം രൂപയുടെ പിഴ ശിക്ഷയ്ക്കും വരെ വ്യവസ്ഥയുമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത്. എന്തായാലും സ്വാതന്ത്ര്യശേഷമുള്ള ഏറ്റവും ശക്തവും സമഗ്രവുമായ പരിഷ്കാരങ്ങളിലൂടെ തൊഴിൽ മേഖലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുന്നത് പോലെ ഒരു ഈസ് ഓഫ് ഡൂയിങ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.